അപ്പം നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം ഇവിടെ വസിക്കാൻ അനുവദിച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. എന്നാൽ ആദ്യ മാതാപിതാക്കന്മാർ പെരുകി വർദ്ധിച്ച് ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പായിട്ട് പിശാച് ഈ ആദ്യ മാതാപിതാക്കന്മാരെ വഴിതെറ്റിച്ച് ജീവന്റെ വൃക്ഷമാകുന്ന, അവരുടെ ആത്മാവിന് ജീവൻ കൊടുക്കുന്നതാണ് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത്. ആ ജീവന്റെ വൃക്ഷം ആത്മാവിൻ്റെ ഭക്ഷണമാണ്, ദൈവവചനമാണ്. ആ ദൈവവചനം യേശുവാണ്. അതാണ് ജീവന്റെ വൃക്ഷം. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അവരെ തന്ത്രപൂർവ്വം വഴിതെറ്റിച്ച് ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത്, നന്മതിന്മകളെക്കുറിച്ച് വിവേചിച്ചറിയാവുന്ന ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്, ആ വൃക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്നും വ്യതിചലിച്ച് ദൈവത്തിൻ്റെ വചനത്തോട് കീഴ്പ്പെടാതെ തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുക. അത് തൻ്റെ ആരാധനക്രമത്തിലാണെങ്കിലും വചനമനുസരിച്ചുള്ള ആരാധനയല്ല. തൻ്റെ മതപരമായ ജീവിതമാണെങ്കിലും വചനമനുസരിച്ചുള്ള ജീവിതമല്ല. തനിക്ക് തോന്നുന്ന ആചാരങ്ങളും തനിക്ക് തോന്നുന്ന അനുഷ്ഠാനങ്ങളും തൻ്റെതായ പാരമ്പര്യങ്ങളും തൻ്റെതായ ബോധ്യങ്ങളും തൻ്റെതായ വിശ്വാസങ്ങളും ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മനുഷ്യന് തോന്നുന്ന വിധത്തിൽ അവൻ ദൈവത്തെ ആരാധിക്കുക. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. അപ്പോൾ നമ്മൾ ആ വിധത്തിൽ നമ്മൾ നന്മ ചെയ്താലും നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള പാപങ്ങൾ ചെയ്താലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറത്താണ്. ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിക്കോദേമോസ്. അപ്പോൾ ഇന്ന് മനുഷ്യന് ഒരു ആത്മീയ ശത്രുവാകുന്ന പിശാചിൻ്റെ അടിമത്തത്തിലാണെന്നും അവൻ്റെ ബന്ധനത്തിലാണെന്ന് പോലും മനുഷ്യൻ അറിയുന്നില്ല. ആ അറിവ് വരുന്നത് വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ ദൈവവചനത്തിലൂടെ നമുക്കൊരു അറിവ് കിട്ടണം, നമുക്കൊരു വെളിപാട് കിട്ടണം, നമുക്കൊരു ആത്മീയ കാഴ്ചപ്പാട് കിട്ടണം. ഞാൻ ആരാണ്, ഞാൻ ആരാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എനിക്കിപ്പോൾ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ എനിക്കറിയത്തില്ല, എനിക്ക് പറ്റത്തില്ല. നിങ്ങളാണ് എന്നെ കാണുന്നത്. എൻ്റെ മുഖത്ത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം, എനിക്ക് കാണത്തില്ല. ഞാനത് കാണണമെങ്കിൽ ഒരു കണ്ണാടി മുന്നിൽ പിടിച്ചാലേ എൻ്റെ മുഖം ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്രകാരം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കറിയണമെങ്കിൽ അതിനുള്ള കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം. ഈ കണ്ണാടിയിലേക്ക് നോക്കാതെ ഒരുവനും താൻ ആരാണെന്ന് അറിയാൻ സാധിക്കത്തില്ല. തന്നെ എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചെന്ന് അറിയാൻ സാധിക്കത്തില്ല. തൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇന്ന് താൻ ഒരു ആത്മീയ ശത്രുവാകുന്ന പിശാചിൻ്റെ അടിമത്തത്തിലാണ്, ബന്ധനത്തിലാണെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഇന്നാരെങ്കിലും പറഞ്ഞു തന്നാൽ നമുക്കത് സ്വീകാര്യമല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. ആത്മീയമായ ഒരു കാഴ്ചയില്ല. അപ്പോൾ ആ ആത്മീയ സമരത്തിൽ എനിക്ക് വിജയം തരാൻ വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു ആത്മീയ ഒരു വാളാണ് ദൈവത്തിൻ്റെ വചനമെന്ന് എഫേസോസിൻ്റെ 6-ാം അധ്യായം വായിച്ചാൽ കാണാം. നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. നമ്മളുടെ യുദ്ധം മനുഷ്യരോടല്ല, അന്ധകാര ശക്തികളോടാണ്, പിശാചുക്കളോടാണ്. ആ യുദ്ധത്തിൽ നമ്മളോട് അനേകം ആയുധങ്ങൾ ധരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരായുധം അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുക്കാനാണ് പറഞ്ഞത്. ഇതൊരു വാളാണെന്നാണ് പറയുന്നത്. ഹെബ്രായർ 4:12 വായിച്ചാൽ കാണാം ഈ വാളിൻ്റെ പ്രത്യേകത. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വാളാണ്. ഈ വാളാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിശാചിനെതിരെ എടുത്തത്. യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് തൻ്റെ 3 പ്രലോഭനങ്ങളിലും പിശാചു പ്രലോഭനം കൊടുത്തപ്പോൾ യേശു ആ പിശാചിനോട് നേരെ എടുത്ത വാള് വചനമായിരുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിശാച് ഓടിപ്പോയി. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊരു ആത്മീയ സമരത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീയമായിട്ട് ബന്ധനസ്ഥരാണ്, പരാജയപ്പെട്ടവരാണ്. ഇനി അഥവാ നമ്മൾ വീണ്ടും ജനിച്ചുവെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുരോഗതി കാണാത്തതിൻ്റെ കാര്യം
ആത്മീയമായിട്ട് വീണ്ടും ജനിക്കുമ്പോൾ നമുക്കൊരു ശത്രുവുണ്ട്. അവൻ വീണ്ടും നമ്മളോട് പോരാടാൻ വരുമ്പോൾ അവനോട് യുദ്ധം ചെയ്യുന്നത് അതിനുള്ള ഏറ്റവും വലിയ ആയുധം ദൈവത്തിൻ്റെ വചനമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ വചനം. അപ്പോൾ വീണ്ടും ജനിക്കണമെങ്കിൽ വചനം വേണം. ആത്മാവിൽ ഞാൻ പോരാടണമെങ്കിൽ വചനം വേണം. രണ്ടാമത്തെ വിഷയം, ദ സ്റ്റോറി എന്ന എപ്പിസോഡിലെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കേട്ടു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിച്ച വിശ്വാസികളോടാണ്, അവിശ്വാസികളോട് അല്ല, വിശ്വാസികളോടാണ് സംസാരിച്ചത്. അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണമെന്നാണ്. അതായത് വിശ്വാസികൾ സ്വതന്ത്രരല്ല. അപ്പോൾ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണമെങ്കിൽ നിങ്ങൾ സത്യം അറിയണം. ഈ സത്യം അറിയണമെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരാകണം. ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൽ ജീവിക്കണം. വീണ്ടും ദൈവവചനത്തിൽ ജീവിച്ചെങ്കിലേ വിശ്വാസിയിൽ നിന്നും ശിഷ്യനായി മാറുകയുള്ളൂ. ഇന്ന് ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ഏതെങ്കിലും വിധത്തിൽ ഒരു വിശ്വാസിയാണ്. യാക്കോബ് 2:19 പറയുന്നു, പിശാച് പോലും വിശ്വാസിയാണ്. പിശാചുക്കൾ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏകനാണെന്നും ഒക്കെ പിശാചുക്കൾ വിശ്വസിക്കുന്നുണ്ട്. മർക്കോസിന്റെ 1-ാം അധ്യായം എടുത്തു നോക്കിയാൽ പിശാച് ബാധിച്ച ഒരു മനുഷ്യനിലൂടെ പിശാച് സംസാരിച്ചു, നസറനായ യേശുവേ, ദൈവത്തിന്റെ മഹോന്നതനായ പുത്ര, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. പിശാചിന് യേശു ആരാണെന്നും അറിയാം. പിശാചുകൾക്ക് രക്ഷയില്ല. അവനും വിശ്വാസിയാണ്. ഒരുപക്ഷെ അനേകം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് യേശു ആരാണെന്ന് അറിയത്തില്ലെങ്കിലും പിശാചിനറിയാം. എന്നിട്ട് പോലും പിശാചിന് രക്ഷയില്ല. ആ പിശാചിന്റെ പോലെയുള്ളൊരു വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളെങ്കിൽ വചനപ്രകാരം നമുക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് യേശു യഹൂദന്മാരായ പരിസേയന്മാരോടും പുരോഹിതന്മാരോടും ഒക്കെ മുഖം നോക്കാതെ പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യം അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എന്താണ്? യോഹന്നാൻ 17:17 പറയുന്നു, നിന്റെ വചനമാണല്ലോ സത്യം. വചനമാണ് സത്യം. വചനമാകുന്ന സത്യം നിന്നെ സ്വതന്ത്രരാക്കുന്ന പറഞ്ഞത്. അപ്പം അന്ധകാര ശക്തികളിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും, പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ദൈവവചനം. അങ്ങനെ ദൈവവചനത്തിന്റെ പ്രാധാന്യങ്ങൾ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും.